സുരക്ഷ ഒരുക്കിയില്ല എന്നാരോപിച്ച് മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് നടി ശീതൽ തമ്പി. 5 കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫുട്ടേജ് സിനിമയിൽ ശീതൽ തമ്പി അഭിനയിച്ചിരുന്നു. അഭിനയിക്കുന്നതിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു. എന്നാൽ പരിക്കേറ്റ ശീതലിന് കാര്യമായ രീതിയിൽ ചികിത്സാ ചിലവ് ലഭിച്ചില്ല എന്നും പറയുന്നു. ഫുട്ടേജ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടിയും അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നിലവിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാതെ മൂവി ബക്കറ്റ് മൗനം തുടരുകയാണെന്നും നഷ്ടപരിഹാരം വേണമെന്നുമാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. സെറ്റിൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിൽ ശീതൽ തമ്പിക്ക് പരിക്കേറ്റിരുന്നു. ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം. ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൽ അഭിനയിച്ചിരുന്നു. സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനേക്കാൾ ശീതലിന് പരിക്കുണ്ടാവുകയുമായിരുന്നു എന്നും വക്കീൽ നോട്ടീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരിക്കുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു. ആശുപത്രിയിൽ വലിയ രീതിയിൽ പണം ചിലവായി. പക്ഷേ മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി പല ഘട്ടങ്ങളിലായി നൽകിയത് 1,80,000 രൂപയാണെന്നും നോട്ടീസിൽ പറയുന്നു. അതേസമയം ശീതൽ തമ്പിയുടെ പരാതി തള്ളി ഫുട്ടേജ് സിനിമയുടെ നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഷൂട്ടിങ്ങിനിടെ അപകടം ഉണ്ടായപ്പോൾ വേണ്ട ചികിത്സ നൽകിയെന്നും പരിക്കേറ്റ് വിശ്രമിക്കുമ്പോഴും സഹായം നൽകിയെന്നും നിർമ്മാതാക്കളായ മൂവി ബക്കറ്റ് പ്രതികരിച്ചു. മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നടി ശീതൽ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ WCCയുടെ പ്രസ്താവനയെക്കുറിച്ച് മഞ്ജു വാര്യർ പങ്കുവച്ചിരുന്നു. അനാവശ്യമായ വിശദീകരണം എന്ന് കുറിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത്. WCCയുടെ പ്രസ്താവന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാന കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ല. ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു. 250ഓളം പേജുകളുള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കണമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ WCC മുൻ സ്ഥാപക അംഗത്തിൻ്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെയും സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായി തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായിട്ടുണ്ട് എന്നും മഞ്ജു വാര്യർ കുറിച്ചു. അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെയും ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ട് എന്നും WCC കരുതുന്നു. മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ്. ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല. ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ട്. നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ ഇടമാണിത് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴാണ് വീണ്ടും മഞ്ജു വാര്യർക്കെതിരെ ഈ ഒരു കേസ് വരുന്നതും വീണ്ടും ചർച്ചയാകുന്നതും. എന്തായാലും മഞ്ജു വാര്യർക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.